ശ്യാമ, ഈ ശ്രീരാം വെങ്കിട്ടരാമൻ കേരളം മൊത്തം ചർച്ച ചെയ്തപ്പെട്ട ഒരു IAS ഓഫീസറാണ്. ഇടുക്കിയിൽ ഇരുന്നപ്പോഴാണ് വിവാദമായിക്കൊണ്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധാലുവായി മാറിയത്. ഇടുക്കിയിലെ എനിക്കൊന്ന് മണിയാശാനെതിരെ വരികയും മണിയാശാൻ ഇദ്ദേഹത്തിനെതിരെ വരികയൊക്കെ ചെയ്തു. കാരണം ചില ഭൂമി സംബന്ധമായ തർക്കങ്ങൾ. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ നിലപാട് എപ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിൻ്റെ കൂടായിരുന്നു കളക്ടർ. പക്ഷേ മണിയാശാൻ അത്തരം നിലപാടിലല്ല എടുത്ത്. അന്ന് മണിയാശാൻ ഒരു വാക്ക് പറഞ്ഞു, ഇവനൊക്കെ കള്ളിൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നടക്കുന്നവന്മാരാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് നമുക്കൊരു സുപ്രഭാതത്തിൽ കേൾക്കാൻ സാധിച്ചത്. ബഷീർ എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ പോകുമ്പോൾ വളരെ വലിയൊരു BMW പോലൊരു വണ്ടി കൊണ്ടുവന്ന് ആ മനുഷ്യനെ ഇടിച്ച് അതിദാരുണമായിട്ട് കൊല്ലുകയും വളരെ കുഞ്ഞുങ്ങളായിട്ടും ആശ്രമമില്ലാത്ത 2 കുഞ്ഞുങ്ങളും ഒരു ഭാര്യയുടെയും കണ്ടു. എന്നിട്ട് ഈ ശ്രീരാം വെങ്കിട്ടരാമൻ്റെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം മദ്യപിച്ച് ഈ മണിയാശൻ പറഞ്ഞതുപോലെ, മുൻ മന്ത്രി മണിയാശൻ പറഞ്ഞതുപോലെ മദ്യപിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥ, ഒരു കളക്ടർ ചെയ്തുകൂടാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പൊതുജനം നടക്കുന്ന പൊതു റോഡിൽ കൂടി മാന്യമായിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവനെ ഇടിച്ചു കൊല്ലുന്നൊരവസ്ഥ. അത് തെറ്റായ നടപടി തന്നെയാണ്. ആരും അനുകൂലിക്കുന്നില്ല. പക്ഷേ പിന്നെ ബഷീറിന് വേണ്ടി ചില പ്രത്യേക നടപടിയിലും ബഷീർ ഒരു പ്രത്യേക വസ്തുവാന്നുള്ള രീതിയിലും ചില ആൾക്കാർ വന്നതുകൊണ്ടാണ് അതിനകത്ത് ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്. ബഷീറിന് സമാനമായിട്ടുള്ള കൊലകൾ റോഡിൽ നടക്കുമ്പോൾ അതിന് യാതൊരു പിന്തുണയും കിട്ടാതെ വരികയും ബഷീറിന് മാത്രം പിന്തുണ വേണമെന്നും പറഞ്ഞ് ചില ആൾക്കാർ വന്നപ്പോഴാണ് നമ്മളതിനകത്ത് ചില ആൾക്കാരെങ്കിലും ഇതിന് എതിർപ്പ് പറയുന്നത്. എന്താണ് ഇപ്പം കുറ്റം സമ്മതിച്ചില്ല ശ്രീരാം വെങ്കിട്ടരാമൻ കോടതിയിൽ എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നു. എങ്ങനെയാവും ആ കേസ്? എന്താവും ആ കേസ്? ആ കേസിൽ കുറ്റം സമ്മതിക്കുന്നു, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോൾ കുറ്റം സമ്മതിക്കുന്നുവെന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ പിന്നെ ശിക്ഷാവിധിക്കുള്ള ഡേറ്റ് പ്രഖ്യാപിക്കും കോടതി. അപ്പോൾ തന്നെ ശിക്ഷിച്ചു കളയും കോടതി. അതാണ് ശിക്ഷാവിധി പറഞ്ഞു കളയും കോടതി. അപ്പോൾ ഇദ്ദേഹം പലതവണയാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഇതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ കുറ്റപത്രം വായിക്കാൻ വേണ്ടി പലതവണ കോടതി ഇദ്ദേഹത്തിന് ഇങ്ങനെ വെച്ചിട്ടും ഇദ്ദേഹം കോടതിയിൽ എത്തത്തില്ല. അവസാനം കോടതിക്ക് ദേഷ്യം വന്നു. അടുത്ത അവധിയും കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് വാറണ്ടാക്കാനുള്ള പരിപാടി കോടതി തീരുമാനിച്ചു. അപ്പോൾ ഇദ്ദേഹം പല അവധികളാണ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജോലി തിരക്കുണ്ട്, അവിടെ തിരക്ക് ഇവിടെ തിരക്ക് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പലതവണ മുങ്ങി. പ്രശാന്തേട്ടൻ പറഞ്ഞതുപോലെ ഈ പ്രവൃത്തിയെ നമ്മൾ ഒരു കാരണവശാലും ന്യായീകരിക്കില്ല. കാരണം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു വ്യക്തി, അത് ആരോ ആയിക്കോട്ടെ, മാധ്യമപ്രവർത്തകനോ ഏത് മനുഷ്യനോ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ ഒന്നും അറിയാതെ റോഡിൽ കൂടെ പോകുന്ന ഒരു മനുഷ്യനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തുക ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇദ്ദേഹവും ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന വഫ എന്നേ നമ്മൾ പറയൂ. അന്ന് അവരെ ഒരു പേര് ചേർത്തായിരുന്നു വിളിക്കുന്നത്. അതിന് വിളിക്കാൻ പറ്റില്ല, കാരണം അവർ നിയമപരമായി വേർപിരിഞ്ഞവരാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ പേര് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പോൾ വഫ എന്ന് പറയുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു. അവർക്ക് എതിരെയും കുറ്റം ഉണ്ടായിരുന്നു. അവർ കുറ്റം ചുമത്തിയിരുന്നത് ഈ ശ്രീരാമനെ ഇങ്ങനെ അപകടകരമായി വാഹനം ഓടിക്കാൻ പ്രേരിപ്പിച്ചു എന്നതിനാണ് അവർക്കെതിരെയുള്ള കുറ്റം. അത് നിലനിൽക്കുന്ന കുറ്റമല്ല, ഒട്ടും നിലനിൽക്കത്തില്ല. അത് ചുമ്മാ തട്ടിപ്പ്. അന്നത്തെ എല്ലാവർക്കും കൂടെ വഫയും പെട്ടു ശ്രീരാമും പെട്ടു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വന്ന ഒരു കാലഘട്ടത്തിൽ അത് പോലീസിനൊന്ന് ഈ തലവേദനയൊന്ന് ഊരി വെക്കാൻ വേണ്ടിയിട്ട് FIR ഇട്ട് കൊടുത്തതാണ്. അത് ഹൈക്കോടതിയിൽ അവർ പോയപ്പോൾ തന്നെ ഹൈക്കോടതി ഇത് അംഗീകരിച്ച് അത് ഒഴിവാക്കി വിട്ടു. അപ്പോൾ പിന്നീടുണ്ടാകുന്ന ഈ കേസിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റപത്രത്തിൽ മൊത്തം പൊരുത്തക്കേട്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പൊരുത്തക്കേട് ഇതാണ്: മനഃപൂർവ്വമില്ലാത്ത നരഹത്യക്കൊപ്പം അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചെന്ന കുറ്റം എങ്ങനെ നിലനിൽക്കുമെന്ന് കോടതി ചോദിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഇട്ടിട്ടുണ്ട്, അതിനൊപ്പം അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചു എന്നുള്ളത് കുറ്റം എങ്ങനെ നിലനിൽക്കുമെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് കോടതി പറഞ്ഞിരിക്കുന്നത് അലക്ഷ്യമായി വാഹനം ഓടിച്ചെന്ന കുറ്റം നിലനിൽക്കണമെങ്കിൽ അശ്രദ്ധമായ പ്രവൃത്തി കൊണ്ട് ഉണ്ടായ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതായത് IPC 304 എന്ന കുറ്റമല്ലേ നിങ്ങൾ ചുമത്തേണ്ടത്, അതെന്താ ചുമത്താഞ്ഞെന്ന് ചോദിച്ചു. ഇത് ചുരുക്കം പറഞ്ഞാൽ ഈ കേസ് ഒരു സാധാരണ വാഹനാപകട കേസായി അവസാനിക്കും. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ ഇവരെല്ലാവരും വിചാരിച്ചെന്തോ പോലീസ് വലിയ നടപടിയാണ് ഇത് സ്വീകരിച്ചിരിക്കുന്നത്. ഇല്ല ശ്യാം, ഇപ്പം ഞാൻ പറയാം, അതിനകത്ത് അന്ന് തന്നെ ഇത് അറിയാവുന്നവർക്കറിയാം. കാരണം ഇദ്ദേഹത്തെ അന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് പോലീസ് അദ്ദേഹത്തെ സഹായിച്ചു. അതായത് പോലീസ് അദ്ദേഹത്തെ സഹായിച്ചു. അതിന് മാത്രമല്ല, ഇയാൾ ഡോക്ടറാണ്. ഈ MBBS ഡോക്ടർ. ഇപ്പം ഇന്നലെ ഡോക്ടർമാർക്കെതിരെയുള്ള സമരം എന്നൊക്കെ പറയുമ്പോഴും ഒരു MBBSകാരനെ ഇവിടുത്തെ ഡോക്ടർമാരുടെ സംഘടനയെ പറ്റി ആൾക്കാർക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. അവർക്കൊരു പ്രശ്നം വന്നാൽ അവരും മരിച്ചാലും അവിടെ കൂടെ ആ ഡോക്ടറെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവന്ന് പോലീസ് കൊടുത്തപ്പോൾ ആ ഡോക്ടർക്ക് എത്ര സമയം കഴിഞ്ഞാൽ ഇയാളുടെ മദ്യത്തിൻ്റെ അളവ് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അംശം ബ്ലഡിൽ കാണിക്കത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന സമയം വരെ അവർ ടെസ്റ്റ് ചെയ്തില്ല. അവിടെ നമ്മുടെ ജില്ലാ ആശുപത്രിയിലാണ് കൊണ്ടുചെല്ലുന്നത്. ജില്ലാ ആശുപത്രി കൊണ്ടുചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ സ്മെൽ ഓഫ് ആൽക്കഹോൾ എന്ന് ഷീറ്റിൽ എഴുതി വെച്ചു.
അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹത്തിനെ ഇവിടെ നിന്നും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. 6 മണിക്കൂറിന് ശേഷം ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചതിൻ്റെ അളവ് വെച്ച് അനുസരിച്ചിരിക്കും. 6 മണിക്കൂറിന് ശേഷം ഇതിൻ്റെ പരിശോധന നടക്കുകയാണെങ്കിൽ ഇത് കിട്ടില്ല. ഇത് പുലർച്ചെ നടന്ന വാഹനാപകടത്തിൽ മ്യൂസിയം പോലീസാണ് ഇതിൽ എഫ്ഐആർ ഇട്ടത്. ഈ മ്യൂസിയം പോലീസ് എഫ്ഐആർ ഇട്ടത് എപ്പോഴാണ്? രാവിലെ 7 മണിക്ക് ശേഷം, പുലർച്ചെയാണ് ഇത് നടന്നത്. എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇദ്ദേഹത്തെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാനുള്ള അനുമതി കൊടുത്തത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ വൈദ്യപരിശോധന അവിടെ നടത്തിയത്. വൈദ്യപരിശോധന ഇവർ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. സ്മെൽ ഓഫ് ആൽക്കഹോൾ എന്ന് എഴുതി വെച്ചിട്ട് എന്തുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടില്ല? മെഡിക്കൽ എടുക്കണം എന്നുള്ള തീരുമാനം എടുത്ത് ഇവിടുന്ന് പോലീസ് അവിടെ പോയി മെഡിക്കലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അത് ആൽക്കഹോളില്ല. അത് ഞാനീ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ, അദ്ദേഹത്തിന് താല്പര്യത്തിനനുസരിച്ചുള്ള രീതിയിൽ കാര്യങ്ങൾ കൂടുതൽ നടത്താൻ വേണ്ടി അവർക്ക് ആവശ്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഡോക്ടർമാർ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെല്ലാം തമ്മിൽ ധാരണയുണ്ട്. അതായത് അദ്ദേഹം ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് നാളെ കാലത്ത് ഈ കേസ് ബലം തരുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഇത്ര സമയം കഴിഞ്ഞാൽ, ഡോക്ടർമാർക്കറിയാം ഇത്ര സമയം കഴിഞ്ഞാൽ ബ്ലഡിൽ ആൽക്കഹോളിന്റെ അംശം കാണത്തില്ല. അതിനുശേഷം ഇതുകൊണ്ട് തന്നെ ഈ കേസ് നിൽക്കത്തില്ല കോടതിയിൽ. അറിയാൻ വയ്യാത്ത സാധാരണക്കാരനും അവരുടെ പാവങ്ങളെയൊക്കെ പറ്റിക്കാന്നുള്ളതുണ്ട്. അന്ന് തന്നെ അറിയാവുന്നവർക്കറിയാം, കോടതിയെ പറ്റി അറിയാവുന്നവർക്കും അറിയാം, ഈ പോലീസ് ഇപ്പൊ ശ്യാം പറഞ്ഞ പോലെ ഈ വകുപ്പുകളെ പറ്റി അറിയാവുന്നവർക്കും അറിയാം. ഇദ്ദേഹം ഏതൊരാൾ വണ്ടി ഓടിച്ചാലും അപകടപ്പെടാൻ സാധ്യതയുള്ള ഒരാളെ ഇടിച്ചു കൊന്നു എന്നുള്ള കേസൊന്നും ഉണ്ടല്ലോ. വാഹനാപകടത്തിന് ഇത്ര ജാമ്യം കിട്ടുന്ന വകുപ്പൊക്കെ ഉള്ളൂ. മനഃപൂർവ്വം അല്ലെങ്കിൽ മനഃപൂർവ്വം ഇടിച്ചു കൊന്നെന്ന് തെളിയിക്കപ്പെടേണ്ടി വരും. ഇതിനകത്ത് വണ്ടി ഓടിക്കാൻ പാടില്ലാത്ത ഒരു സമയത്ത്, മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. ആ നിയമം ലംഘിച്ചു എന്ന് വന്നാൽ മാത്രമേ ശ്രീറാം വെങ്കിട്ടരാമനെ ശിക്ഷിക്കാനൊക്കത്തുള്ളൂ. അതിപ്പോ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ മെഡിക്കൽ റിപ്പോർട്ടിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ ഒരു തെളിവില്ല. പ്രശാന്ത് അതിനകത്ത് 201 304 വിട്ടു. അതായത് നരഹത്യ ഇട്ട് കൊടുത്തു. നരഹത്യ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഇവിടുത്തെ ഈ വിദഗ്ധരായിട്ടുള്ള അഭിഭാഷകർ പറഞ്ഞു, നിങ്ങൾ ഈ കേസിനെ അട്ടിമറിക്കുകയാണ്. നരഹത്യ ഇടണമെന്നും പറഞ്ഞാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ കിടന്ന് തുള്ളിയത്. തെളിവില്ലാതെ നരഹത്യ ഇട്ടാൽ അത് നിൽക്കില്ല. അത് ആദ്യം തന്നെ പൊളിഞ്ഞു. ഇവിടെ നമ്മുടെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇദ്ദേഹം കൊണ്ടുപോയി അപ്പീൽ കൊടുത്തു. എൻ്റെ നരഹത്യ എടുത്തു കളയണം. അവരെടുത്ത് കളഞ്ഞൊക്കെ നിയമം ഉണ്ടല്ലോ. അത് ഭയങ്കര വിവാദമായി, വലിയ വിവാദമായി. മാധ്യമങ്ങൾ ഉറഞ്ഞ തുള്ളിയപ്പോൾ എന്ത് ചെയ്തു? സർക്കാർ റിവിഷൻ ഹർജിക്ക് പോയി. റിവിഷൻ ഹർജി കൊണ്ടുപോയി കൊടുത്തു ഹൈക്കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞു ഇത് നരഹത്യ നിൽക്കുമെന്ന് പറഞ്ഞു. ഹൈക്കോടതി സംശയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ വാക്കാലുള്ള പരാമർശത്തിൽ ഇതിലെ സംശയം പറഞ്ഞുകൊണ്ട് തന്നെ നരഹത്യ നിലനിൽക്കട്ടെന്ന് പറഞ്ഞു വെച്ചു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ശ്രീറാം സുപ്രീം കോടതിയിൽ പോയി എടുത്തു കളഞ്ഞു. നരഹത്യ എടുത്തു കളഞ്ഞു. ചുരുക്കം പറഞ്ഞ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം, IAS ലോബിയും IPS ലോബിയും ഒരു ടീമാണ്. അവരൊരു സംഘമാണ്. ഉദ്യോഗസ്ഥ ലോബി എന്ന് പറയുന്നത് അവരൊരു സംഘമാണ്. ഈ IPSകാർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ IASകാർ ഇടപെടും. IASകാർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ IPSകാർ അതിന്റെ കൂടെ ഡോക്ടർമാരുടെ ഇത് വളരെ ശക്തമാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് മറ്റേ ടീമുകൾ അപ്പുറത്ത് നിന്ന് സഹായിച്ചു. ചുരുക്കത്തിൽ എല്ലാവരും കൂടെ സഹായിച്ച് ഈ കേസിനെ അങ്ങ് അട്ടിമറിച്ച് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ വശമാണ് മതപരമായ ഒരു വിഷയത്തെ എടുക്കുക. മതപരമായ ഒരു വിഷയത്തെ എടുത്ത് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന പിന്തുണ പോലും ഇല്ലാതാകും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ മനുഷ്യരും ഈ പറയുന്ന KM ബഷീർ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകന് നീതി വേണം എന്ന അഭിപ്രായക്കാരായിരുന്നു. ആ അഭിപ്രായക്കാരിൽ നല്ലൊരു ശതമാനവും മാറാനുള്ള കാരണം ഈ മതത്തെ എടുത്ത് അതിലിട്ട് അലക്കാൻ തുടങ്ങി. അതെ, ശ്രീറാം ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തി, ആ പേര് ഒരു സൈഡിൽ എടുത്ത് വെച്ചേക്കുന്നു. ഇപ്പോഴത്തെ KM ബഷീർ ആയതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നത്. ഇവിടുത്തെ ഒരു സംഘടന പറഞ്ഞാണ് ബഷീർ ആയതുകൊണ്ട് ഇവന്മാരെ ഒരു വിഷയത്തിലും അടുപ്പിക്കും. ഒന്നാമത്തെ കാര്യം, ഇവന്മാരെ ഒരു വിഷയത്തിൽ അടുപ്പിച്ചാൽ അവന്മാരത് കുളവാക്കും, നശിപ്പിക്കും, നാറാടക്കൽ തൂണ്ടും. അവന്മാർ അതിനകത്ത് എക്സ്പേർട്ടാണ്. അവന്മാർക്ക് വിദഗ്ധരാണ്. ഒരു സാധനം നശിപ്പിക്കുക, അതിൽ വിഷം കലക്കുക. അതായത് ഇവന്മാരുടെ കയ്യിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് നഞ്ച് കലക്കുക എന്ന് പറഞ്ഞ പരിപാടി പ്രസാദം നടന്നു. ഈ നഞ്ച് കലക്കുന്ന പരിപാടിയാണ് ഇവന്മാരുടെ കയ്യിലിരിക്കുന്നത്. അവന്മാരെ ഒരു നല്ല കാര്യത്തിലും കൊണ്ടുവന്നിരുത്താൻ കൊള്ളത്തില്ല. അപ്പോൾ ഇവർക്ക് എല്ലാവരും കൂടെ നീതി വേണം എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിൽ ഇവന്മാർ കുത്തിക്കയറി കൊണ്ടുവന്നു. ഇപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞ് ഇനിയിപ്പം അവന്മാരങ്ങ് ഏറ്റെടുത്തല്ലോ. അതെ ഇത് ശ്യാം പറഞ്ഞതിനകത്തൊരു വലിയ കാര്യമുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ശ്രീറാം വെങ്കിട്ടരാമൻ വലിയൊരു ഭാഗ്യവാനാണ്. ശ്രീറാം വെങ്കിട്ടരാമൻ്റെ കൂടെ IAS IPS കാരനുണ്ട്, അതിൻ്റെ കൂടെ ഡോക്ടർമാരുണ്ടായിരുന്നു. രണ്ടാമത് ഇപ്പം നമ്മൾ ആദ്യമേ റെസ്റ്റ് ചെയ്യുന്ന തന്നെ ബഷീർ എന്ന് പറയുന്ന ആളിനോട് എല്ലാവർക്കും ഈ പറയുന്ന മനുഷ്യൻ എന്നുള്ള ഒരു അരികമ്പയും ഈ ശ്രീറാം വെങ്കിട്ടരാമൻ ചെയ്ത് ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്ന അഭിപ്രായമില്ലാത്തവർ കേരളത്തിൽ ഒരാളും കാണത്തില്ല. സാധാരണക്കാരനായിട്ടുള്ള അഭിപ്രായം. ശ്രീറാം വെങ്കിട്ടരാമൻ കുറ്റം ചെയ്തു, അയാളുടെ പേരിൽ ഈ പറയുന്ന കുറ്റം ചുമത്തി.
ഇവരെന്താ കുറ്റം ചുമത്തിയല്ലോ, അയാൾക്ക് കേസെടുത്തല്ലോ. ആ കേസിന് എടുത്തു കഴിഞ്ഞിട്ട് ശ്രീരാം വെങ്കിട്ടരാമൻ എങ്ങോട്ട് ചെന്നാലും അതിൻ്റെ പുറകിൽ ഈ പറഞ്ഞ പോലെ ചൊറേ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളും ഒക്കെ അയാളെ ഇവിടെ ഒക്കത്തില്ല എന്ന് പറയുമ്പോൾ ശ്രീരാം വെങ്കിട്ടരാമനെ കൊടുക്കണ്ടാത്തതും കിട്ടണ്ടാത്തതുമായിട്ടുള്ള പിന്തുണ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവന്മാര് എന്തിനു ശ്രമിക്കുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വികാരം ഉണ്ടാകും. ഇസ്ലാമിസ്റ്റുകളായിട്ടൊന്നും അല്ല ശ്രീരാം വെങ്കിട്ടരാമൻ, ഇസ്ലാമിസ്റ്റുകൾ അല്ലെ ഹിന്ദുവായിട്ടൊന്നും അല്ല നമ്മൾ ഈ വെങ്കിട്ടരാമനെ കണ്ടത്. വെങ്കിട്ടരാമൻ ചെയ്തത് തോന്നിവാസമായതുകൊണ്ട് നമ്മൾ തോന്നിവാസം എന്ന് പറഞ്ഞു. പക്ഷേ ബഷീർ നീതി കിട്ടണമെന്നുള്ളത് നമ്മൾ ഒരു ജാതിയുടെയും പുറത്തല്ല പറഞ്ഞു. പക്ഷേ ഇവിടെ ബഷീറിന് ജാതി പറഞ്ഞുകൊണ്ടിറങ്ങിയപ്പോൾ ശ്രീരാമനും ജാതി ഉണ്ടായി, അല്ല ശ്രീരാം വെങ്കിട്ടരാമൻ ജാതി ഉണ്ടായി. ആലപ്പുഴയിൽ നിയമനം കിട്ടിയപ്പോൾ തടയാൻ വന്നു. ഇപ്പൊ ശ്രീരാം അതിന്റെ ആവശ്യമൊന്നുമില്ല. അതേ മനുഷ്യന് നീതി വേണം. അതിന് സമുദായത്തിന്റെ പേരിൽ നീതി ഉണ്ടാക്കാൻ വന്നാൽ ആ സമുദായത്തിന്റെ പേരിൽ തന്നെ ശ്രീരാം വെങ്കിട്ടരാമനും സമുദായവും അതിന് കൂട്ടുവയ്ക്കുന്നതിലെ ആളുകളും ഒക്കെ ഉണ്ടാവും. അതായത് ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഇവിടെ കുറെ ഇസ്ലാമിസ്റ്റുകളാണ്. ഇവിടുത്തെ മാന്യമായിട്ടും മനുഷ്യത്വപരമായിട്ടും പൊതുജനത്തിന് താല്പര്യപ്രകാരമായിട്ടും ജീവിച്ചുകൊണ്ടിരുന്ന ഹിന്ദുക്കളെ മൊത്തം ഇപ്പം ഏകീകരിച്ച് ഒരുമാതിരി വർഗീയവാദികളാക്കി മാറ്റിയല്ലോ ഇസ്ലാമിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്തുടനീളം ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നതെന്ന് എന്നെങ്കിലും ഉമാർക്ക് മനസ്സിലാവാതെ ഉമാർ രക്ഷപ്പെടത്തുമില്ല. ഉമാർ എത്ര ധ്രുവീകരണം ഉണ്ടാക്കിയാലും ഇവിടെ എത്രത്തോളം വളർന്നവർക്ക് അല്ലെങ്കിൽ സാധിക്കാൻ പറ്റും എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നതല്ലായിരിക്കും. ഈ ധ്രുവീകരണം ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് ദോഷമല്ലാതെ ഗുണമൊന്നും ചെയ്യത്തില്ല. അതാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. ശ്രീരാം വെങ്കിട്ടരാമൻ ഈ പറഞ്ഞതുപോലെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ സഹായത്തോടു കൂടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാവുന്നത്. ശരി.